ഞാൻ ഏതെങ്കിലും നടന് വേണ്ടി ഇന്നേ വരെ ഒരു കഥയും കുപ്പായം തുന്നുന്നത് പോലെ തുന്നിയിട്ടില്ല. ഒരു കഥാപാത്രം മനസ്സിൽ വരുന്നു, ആ കഥയുടെ ചുറ്റുപാടും വരുന്നു, ആ കഥയുടെ ഭൂമിക എൻ്റെ മനസ്സിൽ ഉറയ്ക്കുന്നു. സ്വാഭാവികമായിട്ട് പല സമയം കൊണ്ട് അത് വലുതാവുകയും വളരുകയും ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ പൂർണ്ണത ആ കഥയോ തിരക്കഥയോ കൈവരിക്കുന്ന സമയത്ത് അതിനനുയോജ്യനായ ആൾ ആരാണോ അയാളിലൂടെ ആ സിനിമ പിറവിയെടുക്കുന്നു. മലയാള സിനിമയ്ക്ക് തന്നെ പുതിയ രൂപകൽപ്പന സമ്മാനിച്ച എണ്ണം പറഞ്ഞ സംവിധായകരിൽ മുൻനിരയിലുണ്ടായിരുന്ന സച്ചി എന്ന അതുല്യ പ്രതിഭയുടെ വാക്കുകളാണ്. തിരക്കഥാകൃത്തായി ഒരു നീണ്ട കാലം തൻ്റെ സ്നേഹിതനായിരുന്ന സേതുവിനൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന സച്ചി അവിടെ നിന്നും മാറി സംവിധായകൻ്റെ കുപ്പായമെടുത്തിട്ടപ്പോൾ മലയാള സിനിമയിൽ നിന്ന് ഉടലെടുത്തത് ഒരിക്കലും കാലഹരണപ്പെടാനിടയില്ലാത്ത മനോഹരമായ ക്ലാസിക്കുകൾ തന്നെയാണ്. സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ അനാർക്കലി ആണെങ്കിലും രണ്ടാമത്തെ ചിത്രമായ അയ്യപ്പനും കോശിയാണെങ്കിലും വർഷങ്ങൾക്കിപ്പുറവും സച്ചിയുടെ മികച്ച രണ്ട് സൃഷ്ടികളായി കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. 2020 ജൂൺ 18 കൊറോണ മഹാമാരി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ കാലത്ത് കേരള ജനത ഒരു സായാഹ്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെ കേട്ടുനിന്നു. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി അന്തരിച്ചു. ഇടുപ്പെല്ലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്ര പരിചരണത്തിലായിരിക്കെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം. മികച്ച സംവിധാനമടക്കം 3 ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സച്ചിയുടെ അവസാന ചിത്രമായിരുന്ന അയ്യപ്പനും കോശിയും OTT റിലീസായി ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് മികച്ച അഭിപ്രായങ്ങളോടുകൂടി മുന്നേറിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. വക്കീൽ പഠനം പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സേതുവിനെ പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാവുന്നതും. രണ്ടുപേരുടെയും സിനിമയോടുള്ള കടുത്ത പ്രണയം ഒരുമിച്ച് കഥകൾ എഴുതാൻ പ്രേരണയാവുകയും സച്ചി സേതു കൂട്ടുകെട്ടിൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തു. സച്ചി സേതു തിരക്കഥയാണെങ്കിൽ അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് എന്ന നിലയിലേക്ക് മാറിയിരുന്നു ഈ കൂട്ടുകെട്ട്. 2007 പുറത്തിറങ്ങിയ ചോക്ലേറ്റ് ആയിരുന്നു ഇവർ തിരക്കഥാകൃത്തുക്കളായി പ്രവർത്തിച്ച ആദ്യത്തെ സിനിമ. പിന്നീട് വന്ന റോബിൻഹുഡ്, മേക്കപ്പ് മാൻ, സീനിയേഴ്സ് എന്നീ സിനിമകളും വളരെ മികച്ച രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടതും. മലയാള സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഈ കൂട്ടുകെട്ടിൻ്റെ സിനർജി ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പിന്നീട് സ്വതന്ത്രമായി സച്ചിയും സേതുവും ചെയ്ത പല സിനിമകളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സച്ചി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയുടെ പരിസരത്ത് പോലും എത്താൻ കഴിയുമായിരുന്നില്ല എന്ന് നിറകണ്ണുകളോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സേതു പറഞ്ഞത് ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇടറിയ ശബ്ദത്തിൽ തെളിഞ്ഞു കാണാം കൂട്ടുകാരൻ്റെ വേർപാടിൽ പെടുന്ന ആ മനസ്സ്. പൃഥ്വിരാജിനെ നായകനാക്കി സച്ചി സംവിധാനം ചെയ്ത് 2015 പുറത്തു വന്ന അനാർക്കലി എന്ന സിനിമ മലയാള സിനിമയുടെ പ്രണയസങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്ത് തന്നെയായിരുന്നു. ഇന്നും ഈ സിനിമ പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന് കാരണമായി മാറിയതും ഇതേ പൊളിച്ചെഴുത്ത് തന്നെയാണ്. ഇതേ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും ആവർത്തിച്ച അയ്യപ്പനും കോശിയും പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഒരു ഈഗോ ക്ലാഷ് മൂലം 2 വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. മുൻപ് സച്ചിയുടെ തന്നെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രമേയവുമായി വളരെയധികം സാമ്യമുണ്ടെങ്കിലും ഇവിടെ അയ്യപ്പനും കോശി എന്ന സിനിമയെ വേറിട്ട് നിർത്തിയത് സച്ചി എന്ന സംവിധായകൻ്റെ ബ്രില്യൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അഭിനേതാക്കളുടെ പ്രകടനവും ഇതിനനുയോജ്യമായി വന്നതോടെ അയ്യപ്പനും കോശിയും ഒരു ഗംഭീര സിനിമയായി മാറി. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ നിന്നും അയ്യപ്പനും കോശി എന്ന സിനിമ നേടിയെടുത്ത പ്രശംസകൾ എണ്ണിയാലൊടുങ്ങുന്നതല്ല. ഇതിലെല്ലാം ഉപരി 3 ദേശീയ പുരസ്കാരം ഒരേ വർഷം ലഭിച്ച മലയാളം സിനിമയായി മാറി അയ്യപ്പനും കോശിയും. തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കാൻ കഴിയാതെ സച്ചി പോയത് തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് സച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ നടൻ പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞിരുന്നു. കഥാന്ത്യത്തിൽ കലങ്ങിത്തെളിയണം, നായകൻ വില്ലൊടിക്കണം, കണ്ണീരു നീങ്ങി കളിച്ചിരിയിലാവണം, ശുഭം, കയ്യടി പുറകെ വരണം. എന്തിനാണ് ഹേ ഒരു ചോദ്യമോ ദുഃഖമോ ബാക്കി വെക്കുന്നത്? തിരശീലയിൽ നമുക്ക് ഈ കൺകെട്ടും കാർണിവലും മതി എന്നതായിരുന്നു സച്ചി എന്ന പ്രതിഭാശാലിയുടെ സിനിമയെക്കുറിച്ചുള്ള സിമ്പിൾ ബിലീഫ്. മോളിവുഡിൽ ഒഴിച്ചുകൂടാനാവാത്ത 12ഓളം സിനിമകൾ സമ്മാനിച്ച് തൻ്റെ 47ാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ കേരളക്കര ഒന്നാകെ വിതുമ്പി. ഓരോ സിനിമാ ആസ്വാദകൻ്റെ മനസ്സിലും കാലപ്പഴക്കത്താൽ മങ്ങിപ്പോയിടാത്ത കനകസിംഹാസനത്തിൽ സച്ചി എന്ന മഹാരഥനെ ഇരുത്തിക്കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ പുറത്തു വരുമായിരുന്ന മികച്ച സിനിമകൾ ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന വ്യഥ മാത്രം ബാക്കിയാവുന്നു.